നമസ്കാരം. ആ തീരുമാനം വന്നിട്ടുണ്ട്. ആരും ഞെട്ടണ്ട, ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം വന്നിരിക്കുന്നു. ശ്രീ പ്രകാശ് കാരാട്ട് പറയുകയാണ്, 75 വയസ്സ് എന്ന പ്രായപരിധി CPM അങ്ങനെ നിലനിർത്തുക തന്നെ ചെയ്യും. പക്ഷേ ഈ കേരളത്തിലെ കാര്യം നമുക്ക് പിന്നീട് പരിഗണിക്കാവുന്നേ ഉള്ളൂ. കാരണം അവിടെ പിണറായി വിജയനാണല്ലോ. അപ്പോൾ ചിലപ്പോ അവിടെ ഇനി മാറ്റം വരുത്തേണ്ട വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ കാത്തിരുന്ന ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും എത്തുകയാണ് എന്ന് പറയില്ലേ. കാരണം 75 വയസ്സ് പ്രായപരിധി ഇന്ത്യയിൽ CPM, കേരളത്തിൽ ഓക്കെ, അതങ്ങനെ ആവട്ടെ. എങ്കിലും ഞങ്ങളൊരു രസത്തിന് പറയട്ടെ, ഒരു പാർട്ടിയല്ലേ. ഇന്ത്യയിൽ CPM ആ ഒരു പ്രായപരിധി കൊണ്ടുവന്നേക്കുന്നത് ശ്രീ പിണറായി വിജയന് മാത്രമാണ്. പ്രകാശ് കാരാട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അദ്ദേഹം ഒരു പാർട്ടിയെ നയിക്കുന്ന ആളാണ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, കേരളം ഡിമാൻഡ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അപ്പോ ഇന്ത്യയിൽ അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് അത് പരിഗണിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? ഈ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഇന്ത്യയിൽ CPM കേരളത്തിൽ മാത്രമുള്ളൂ എന്നോർത്ത് നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ? അവരൊന്ന് പറയട്ടെ. ശരി, ആ വാർത്ത അങ്ങനെ പ്രകാശ് കാരാട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ചിലപ്പോ ഞങ്ങൾ പിണറായി വിജയന് വേണ്ടി ഒരു എക്സെപ്ഷൻ എടുക്കും. ഈ G സുധാകരനും ശൈലജ ടീച്ചറും തോമസ് ഐസക്കും MA ബേബിയും ഒക്കെ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് തന്നെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ പാർട്ടി ഇത്തരക്കാരെയൊക്കെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് ശക്തമായ തീരുമാനം വന്ന് മുകൾ തട്ട് മുതൽ അടിത്തട്ട് വരെ ആ ഒരു തീരുമാനം ഇങ്ങനെ ഏറ്റെടുത്തിട്ട് പൊതുമരാമത്തും ആരോഗ്യവും ഒക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പ്രബുദ്ധരായ നേതാക്കൾ തീരുമാനത്തെ ഏറ്റെടുത്ത് ഇങ്ങനെ മാറി നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ് 2022 നിയമസഭാ ഇലക്ഷനിലൊക്കെ. ഈ കോൺഗ്രസിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ കോൺഗ്രസിൽ ആരാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത്? ചങ്കൂറ്റമുണ്ടോ കോൺഗ്രസിന് എന്ന് ചോദിച്ചിരുന്നു. ഇരട്ടച്ചങ്കുള്ള ഇടതുപക്ഷത്തോട് ഞങ്ങൾ ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ച് സ്വയം അപഹാസ്യരാവുന്നൊന്നുമില്ല. നമുക്കും വേണ്ടേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ? പറയുന്നേ കാര്യം പറ. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? പിണറായി തന്നെ നിൽക്കുകയാണോ? ഇനി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പറയാൻ എന്താ ഒരു ഭയമുണ്ടോ? പിണറായിനെ കഴിഞ്ഞ വർഷം 2 വർഷം നിങ്ങൾ പിണറായി ക്യാമ്പയിൻ നടത്തിയ പോലെ ഇത്തവണ പിണറായിയാണ്, ഇരട്ടച്ചങ്കുള്ള പിണറായിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ എന്തേ ഒരു കൺഫ്യൂഷനും കോൺഫിഡൻസ് കുറവും ഒക്കെ? അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതങ്ങോട്ട് പറയുക. ഇനി അതല്ല, പാർട്ടി നിയമത്തിന് പിണറായിയും വിധേയനായി മറ്റൊരാളാണെങ്കിൽ അതും പറയണം കേട്ടോ. നമ്മൾ കോൺഗ്രസിൽ മാത്രം ഈ നേതൃമാറ്റ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇടതുപക്ഷവും ആ ഒരു ധൈര്യം കാണിക്കേണ്ടതാണ്. G സുധാകരൻ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും പാർട്ടി നേതാക്കന്മാർ, ശൈലജ ടീച്ചർ വടകരയിൽ സംഭവിച്ചതിന് ശേഷം എന്താണ് ശൈലജ ടീച്ചറിന്റെ ഭാവി? MA ബേബി ഇനിയും മാറ്റി നിർത്തപ്പെടുകയാണോ? തോമസ് ഐസക്കിന് ഇത്തവണ ഊഴമുണ്ടോ? റിയാസ് അടക്കമുള്ള യങ് നിര, എന്താണ് അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കി ജനത്തിനോട് പറയേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം ത്രിതല പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. ഞങ്ങൾ കാത്തിരിക്കാം, പറഞ്ഞാൽ മതി.